നമസ്കാരം. ഇത് ആറ്റിങ്ങൽ പൂവമ്പാറയാണ്. ഒരു പക്ഷേ പൂവമ്പാറ പാലം പണ്ട് അറിയപ്പെട്ടിരുന്നത് ആത്മഹത്യാ പാലം എന്ന നിലയ്ക്കായിരുന്നു. ഇപ്പോൾ ഇവിടെ ഫെൻസിങ് വന്നു. സാധാരണ നമ്മളൊക്കെ ഒരാഴ്ചയിൽ 2 ദിവസമെങ്കിലും ഇവിടെ വന്ന് ഒരു മരണം റിപ്പോർട്ട് ചെയ്യാറുണ്ടായിരുന്നു. ഇപ്പോൾ എനിക്ക് തോന്നുന്നു കുറേ കാലമായി ഇവിടെ നടക്കുന്നില്ല. വല്ലപ്പോഴും മൃതദേഹങ്ങൾ ഒഴുകി വരുന്നതല്ലാതെ ഇവിടെ നിന്ന് ചാടി മരിക്കുന്നൊരവസ്ഥ. കാരണം ഇനി ഇവിടുന്ന് ചാടണമെങ്കിൽ ഒരുപാട് അധ്വാനിക്കേണ്ടി വരും. എൻ്റെ ചുറ്റും കാണാം. അതായത് മുമ്പ് ഈ പാലത്തിൽ നിന്ന് ചാടിയാൽ മതിയായിരുന്നു. ഇപ്പോൾ അങ്ങനെയല്ല, ചാടാൻ പറ്റത്തില്ല. നല്ല ഉയരത്തിലാണ് ഫെൻസിങ് ഉള്ളത്. ഒരാഴ്ചയിൽ 2 മരണമെങ്കിലും നമുക്ക് റിപ്പോർട്ട് വരാറുണ്ടായിരുന്നു. കാരണം അത്ര രീതിയിൽ അവിടെ ചെറിയ തിട്ടയായിരുന്നു, ഇതൊക്കെ ചാടുമായിരുന്നു. പക്ഷെ ഇപ്പോൾ ഇതാ ഇത്രയും പൊക്കത്തിലുള്ള ഫെൻസിങ് വന്നു. അത് നല്ല സ്ട്രോങ് ഫെൻസിങ് ആണ്. എന്തായാലും ഇവിടെ നല്ല ആരോഗ്യമുള്ള ഒരാൾക്ക് മാത്രമേ പിടിച്ച് കയറി മുകളിൽ ചാടാൻ പറ്റുള്ളൂ. അതാണ് ഇപ്പോൾ അവിടത്തിൻ്റെ അവസ്ഥ. ഏതായാലും അതിന് പിറകിൽ പ്രവർത്തിച്ചവർക്ക് നന്ദിയുണ്ട്. കാരണം അത്രയും ഒരു ആത്മഹത്യാ പ്രവണതയൊക്കെ ഒഴിവാക്കാൻ കഴിഞ്ഞു. അതുമാത്രം താഴെ ഈ പാലത്തിൻ്റെ അടിയിൽ കമ്പിവേലി കെട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് അങ്ങനെ കുറേ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്നിട്ട് പോലും ഇവിടെ ഫെൻസിങ് ഉണ്ടായിട്ട് പോലും താഴെ നമ്മുടെ ശിവൻകോവിലാണ്. അവിടെ കടവിലിറങ്ങിയിട്ട് ആത്മഹത്യ സംഭവങ്ങൾ കൂടി ഞാൻ കവർ ചെയ്തിട്ടുണ്ട്. കമ്പി വേലി വന്നതിന് ശേഷം ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. ഞങ്ങളുണ്ട് താഴെ ഇറങ്ങിയിട്ട് പോയിട്ട്. അതെ ഇല്ല, ഞങ്ങൾ ഒരുക്കി വന്നപ്പോഴത്തേക്ക് ഇതേപോലെ ഫെൻസിങ് വന്നതിന് ശേഷം പോലും ഒരാൾ ഇവിടെ നേരെ മരിക്കാൻ വേണ്ടി പോയ ഒരു ഉദ്യോഗസ്ഥൻ അദ്ദേഹം മരിച്ച വാർത്ത നമ്മൾ കണ്ടിട്ടുണ്ട് താഴെ. അപ്പം അത് ഈ സൈഡിൽ കൂടെ കയറി പോയിരിക്കും. അല്ല, പുള്ളി ഇതുകൂടി ഇറങ്ങി താഴെ പോയതാണ്. കൂടുതലും പാറയാണ്, അടിയിൽ പാറയാണ്, വെള്ളം കുറവാണ്. ഈ ഒഴുക്കുണ്ടെന്ന് തോന്നുന്നു കണ്ടിട്ട്. അല്ല, ഇതിന്റെ തൊട്ട് താഴെ വേറൊരു കമ്പി വേലിയുണ്ട്. കണ്ടാകള് വേലിയുണ്ട്. പിന്നെ ഇവിടുന്ന് ചാടാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഇവിടുന്ന് ചാടാൻ പറ്റില്ല. ഞാൻ ഒരിക്കലും ഈ ഫെൻസിങ് വന്നതിന് ഈ ഗേറ്റ് മുമ്പ് ഓപ്പൺ ആയ സമയത്ത് അതിലിറങ്ങി പോകുമായിരുന്നു. ഇപ്പോൾ ഗേറ്റ് ലോക്കാണ്, പൂട്ടിയിട്ടേക്കല്ലേ. കണ്ടു ഇവിടെ ഇപ്പോൾ ഞാൻ 6 മാസത്തിനകത്ത് ഒരു മരണം. അതാണ് ഞാൻ പറയുന്നത്. ചില അനുപാതം കുറഞ്ഞു. മുമ്പ് ഈ ഒരാഴ്ചക്കകത്ത് 2 പേരെങ്കിലും നമ്മളൊന്ന് എടുക്കാറുണ്ട്, ഷൂട്ട് ചെയ്യാറുണ്ട്. പക്ഷെ ഇപ്പോൾ അനുപാതം കുറഞ്ഞു. വല്ലപ്പോഴും ഈ പറയുന്ന ഇടയ്ക്ക് കഴിഞ്ഞ ആഴ്ച പറ്റണമെന്ന് അല്ലേ ഒരാൾ ഒഴുകി വന്നത്. രാവിലെ ഒരു 6 മണിക്കൊക്കെ ഞാൻ ഉറക്കം അണിക്കുമ്പോൾ ഈ ഫസ്റ്റ് കോൾ വരുന്നത് പൂവമ്പാറ ഒരു ചാടി ആത്മഹത്യ ചെയ്തു എന്ന് പറഞ്ഞ് എന്നെ വിളിക്കുന്നത്. അങ്ങനെ ഞാൻ ഓടി വരുന്ന ദിവസങ്ങൾ ഒരുപാടുണ്ടായിരുന്നു. അവസരം മടുത്തു. ഈ പറയുന്ന ആത്മഹത്യയെ കണ്ട് മടുത്തു. പക്ഷെ ഇപ്പോൾ ആശ്വാസമുള്ള സംഭവം വെച്ചാൽ ഇത്രയും ദിവസങ്ങളായിട്ട് നമുക്കിപ്പം ഈ ഒരു 2 ആഴ്ച മുന്നേ ഒരു ബോഡി ഒഴുകി വന്ന് കിടന്നതല്ലാതെ കുറേയേറെ കാലമായി ഒരു ആത്മഹത്യ എന്താ പറയുക ഒരു റിപ്പോർട്ട് ചെയ്യാൻ പറ്റാത്ത കാര്യം വെച്ചാൽ ഇതാണ് അവസ്ഥ. കാരണം ഈ ഒരു ഫെൻസിങ് വന്നതിന് ശേഷം അത് ചാടി ഇങ്ങോട്ട് ആറ്റിലേക്ക് ചാടാനുള്ളൊരു അവസരം ഇല്ലാണ്ടായി. അതൊരു നല്ല കാര്യം തന്നെയാണ്. ഒരു ഫെൻസിങ് മുന്നേ ഫെൻസിങ് വന്നിരുന്നെങ്കിൽ ഇത്രയും മരണങ്ങളൊക്കെ ഒഴിവാക്കാമായിരുന്നു. പണ്ടൊക്കെ ആണെങ്കിൽ നമ്മൾ ഒരാഴ്ചയിൽ 2-3 മരണം റിപ്പോർട്ട് ചെയ്യാറുണ്ടായിരുന്നു. ഇപ്പം ആ ഒരു ആത്മഹത്യയുടെ അനുപാതം കുറഞ്ഞു. എന്തുകൊണ്ടായിരിക്കും? ഫെൻസിങ് ഒന്നുണ്ടാണോ? പെട്ടെന്ന് ചെയ്യാൻ പറ്റൂലെന്നേ ഉള്ളു. ചെയ്യണമെന്നുള്ളവർക്ക് അങ്ങോട്ടും ഇറങ്ങിയൊക്കെ ചെയ്യാം. തീരുമാനിച്ചാൽ പിന്നെ പ്രത്യേകിച്ച് അവിടെ ക്ഷേത്രമൊക്കെ ഉള്ളതാണ്. ഇത്രയും മരണങ്ങൾ നമ്മൾ ഒരുപാട് കേൾക്കാറുണ്ട്. ഇപ്പോഴത്തെ കുറവുണ്ട്. ഇതുവഴി ഇറങ്ങി ഒരാൾ അവിടെ പോയി ചാടി. ഇതുവഴി ഇറങ്ങി അങ്ങനെ ചെയ്യാറുണ്ട്. ഞാൻ അറിഞ്ഞില്ല. ഞാൻ വിചാരിച്ച് വർക്ക്ഷോപ്പിൽ പോവുകയാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ കേൾക്കുന്നത് അയാൾ ഇതുവഴി ഇറങ്ങി അവിടെ പോയി. അങ്ങനെ കൈവരി നിന്നോണ്ട് ചാടുന്ന രംഗങ്ങൾ കണ്ടെന്ന് ഫയർഫോഴ്സുകാർ ഇവിടെ പറയാറുണ്ട്. പറ്റും. ഇവിടെ എല്ലാം വേലി കിട്ടും. ഒരു പക്ഷേ ഈ ആത്മഹത്യാൻ വേണ്ടി ശ്രമിക്കുന്നവർ അല്ലെങ്കിൽ അങ്ങനെ ചിന്തിക്കുന്നവർ ആ ഒരു മൊമെൻറ്റിൽ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളെയോ വേണ്ടപ്പെട്ട ആൾക്കാരെയോ ഒരാളൊരു കോള് ചെയ്യുക എങ്കിൽ എല്ലാം മറിയും. ഒരു ജീവിതം അവിടെ വെച്ച് മറിയും എന്നാണ് എന്നോട് പറഞ്ഞിട്ടുള്ളത്. എനിക്കറിയില്ല, ഞാൻ സൈക്കാട്രിസ്റ്റ് ഒന്നുമല്ല. ഞാൻ ഈ ആദ്യം പറഞ്ഞ പോലെ ആത്മഹത്യാ പാലം എന്നൊരു ദുഷ്പേര് നമ്മുടെ പൂവമ്പാറ പാലത്തിന്, ആറ്റിങ്ങൽ പൂവമ്പാറ പാലത്തിന് മാറിക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരു ഫെൻസിങ് എന്തായാലും അതിൻ്റെ പേരിൽ ഒരുമാതിരി അഴിമതി ആരോപണങ്ങളൊക്കെ വന്നിട്ടുണ്ട്. എങ്കിൽ പോലും ആ ഒരു ഫെൻസിങ് കുറച്ച് മുന്നേ കൂടി ഗവൺമെൻറ് ചെയ്തിരുന്നെങ്കിൽ ഒരുപാട് ജീവിതങ്ങളെ തിരിച്ചു കൊണ്ടുവരാമായിരുന്നു. ഇപ്പോൾ എന്തായാലും ഒരാൾക്കും പെട്ടെന്ന് എടുത്തിടാൻ പറ്റില്ല, ഇത്തിരി ബുദ്ധിമുട്ടായിട്ട് വരും. എക്സ്പ്രസ് വേണ്ടി ക്യാമറമാൻ അനീഷ് മംഗലാപുരത്തിനൊപ്പം സീത് മാരാർ സൈനിങ് ഓഫ്.